മൊത്തത്തിലുള്ളൊരു കാര്യം തന്നെ പറയാനുള്ളത്. പുറത്തൊക്കെ പോകുന്ന കുട്ടികളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പുറത്ത് പോകുന്ന ഒന്നാമത് അവിടെ പാർട്ട് ടൈമായിട്ട് ജോബ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ നമ്മളെ പഠിക്കുന്നതിനുള്ള പൈസ നമുക്ക് തന്നെ ഉണ്ടാക്കിയാണ്ട് വീട്ടുകാരൊന്നും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് സേവിങ്സ് ആക്കിയാണ്ട് നമ്മളെ ഫ്യൂച്ചർക്കും വെക്കാൻ കഴിയും. അങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ബോയ്സിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാം, ഗേൾസിന് തീരെ ഇല്ല. നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടും. കുറച്ച് ബാക്കിലാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ തന്നെ വേറൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫാമിലി നമ്മളെ ഈ ഒരു ജനറേഷന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പാരൻസൊക്കെ കുറച്ച് ഓൾഡ് ജനറേഷൻ ആയിരിക്കും. ഒരു ഫോണ് കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ് ചെയ്യാനൊന്നും വല്ലാതെ അറിയുന്നുണ്ടാവില്ല, അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് വന്നില്ലേ, ഈ നിപ്പ വന്നിട്ട് എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ഒക്കെ അപ്പോൾ ഫുൾ ഫോണിലൂടെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാവരും ഫോണായി, കുട്ടികളുടെ അടുത്തൊക്കെ പെട്ടെന്ന് ഫോണായി, ആകെ മൊത്തം മാറിപ്പോയി, ചേഞ്ചായി. അപ്പോൾ ഈ പാരൻസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ജനറേഷനും നമ്മളെ ജനറേഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പാരൻസിന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതുവഴി നമുക്ക് ഓരോടൊന്നും പറയാൻ കഴിയില്ല, ഓരോത് ഒന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. അതൊരു പ്രശ്നം പാരൻസും കുട്ടികളും തമ്മിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള പാരൻസിനായിട്ടുള്ള കണക്ഷൻ കുറയുകയും നമുക്ക് വേറെയുള്ള കാര്യങ്ങൾ പോലും അവരായിട്ട് എന്താ പറയുക ഓപ്പൺ ആവാൻ പറ്റില്ല. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ.